പ്രൈസ് ഗോഡ്. ഇന്ന് അത്തിക്കാലം എനിക്ക് ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനസിക തകർച്ചയിലൂടെയോ ഏത് നിമിഷത്തിൽ ഭാരത്തിലൂടെയോ ഹൗ ക്യാൻ ഐ കം ഔട്ട് ഫ്രം ദി സിറ്റുവേഷൻ, ഐ എം ഹെൽപ്ലെസ് ലോഡ് എന്ന അവസ്ഥയിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് ഇൻ, സംഘത്തിൽ കേട്ട പോലെ ട്രസ്റ്റ് ഇൻ ദ ലോഡ്, കർത്താവിൽ ആശ്രയിക്കുക. ആൻഡ് ഹിസ് സ്ട്രെങ്തനിങ് പവർ, നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ സഹായിക്കുന്ന സർവശക്തന്റെ തൃക്കരം ഇന്ന് നിങ്ങളെ വിടുവിക്കും, ഇന്ന് നിങ്ങളെ സഹായിക്കും. പ്രൈസ് ഗോഡ്. ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഒരു വ്യക്തിയല്ല, ഒരു മനുഷ്യനല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. He poured oil and wine. Praise God. Hallelujah. ഈ എണ്ണയും വീഞ്ഞും പകർന്നു. വീഞ്ഞ് സാധാരണ മുറിവുണ്ടായാൽ ആദ്യം ഡെറ്റോൾ ഒഴിച്ച് കഴുകും. അതിൻ്റെ ആസിഡ് കണ്ടൻറ്റും കൂടി ചെല്ലുമ്പോൾ അതിനകത്തുള്ള ബാക്ടീരിയയോ എല്ലാം ക്ലീൻ ആവുമല്ല. അതാണ് ഈ വീഞ്ഞ് പകരുന്നത്. പ്രൈസ് ഗോഡ്. പിന്നെ അതിൻ്റെ പുറകെ എന്താ ഒഴിക്കുന്നത്? എണ്ണ. നല്ല സൂതനിങ് എഫക്റ്റ് കിട്ടും, ഹീലിംഗ് എഫക്റ്റ് കിട്ടും. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുറിവുകളെ കെട്ടുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമുണ്ട്. അവൻ്റെ കയ്യിൽ എണ്ണയുണ്ട്, വീഞ്ഞുണ്ട്. അവിടുത്തെ രക്തം, the blood that is shed on the cross, hallelujah, it can heal the wound, it can clean the wound. Praise God. അവിടുത്തെ ആത്മാവ് നമ്മെ സാന്ത്വനപ്പെടുത്തുന്നതാണ്. Praise God. Hallelujah. ദൈവനെ ഭാഗത്തിരിക്കാം. ഇന്നത്തെ രാത്രിയിൽ ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനം ശൂന്യതകളെ പണിയുന്ന ദൈവം. പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിൽ അനേക ശൂന്യതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശൂന്യതകൾ, എംപ്റ്റീനെസ്. ആ ശൂന്യതകളൊക്കെ അവിടെ നേരിട്ട സമയത്ത് എന്താണ് അവർ ചെയ്തത്? ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ആ പ്രൈസ് ഗോഡ്. ഇവിടെ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ, the desolation of Jerusalem, യെരൂശലേമിന്റെ തകർച്ച ആ ദീർഘവർഷങ്ങൾ നീണ്ടുപോയി. അതിൻ്റെ കാരണം ഒരുപക്ഷെ ജനത്തിൻ്റെ ഡിസിപ്ലിൻ പ്രോസസ്സായിരിക്കാം. എന്നിരുന്നാലും ഈ ശൂന്യാവസ്ഥയെക്കുറിച്ച് യെരമ്യാ പ്രവചന പുസ്തകം വായിച്ച ദാനിയേലിന് പിടികിട്ടി. ഇറ്റ്സ് ഗോയിങ് ടു എൻഡ് വിത്തിൻ 70 years. 70 വർഷം കൊണ്ട് തീരാൻ പോവുകയാണ്. God is going to put an end to the condition of Jerusalem. Praise God. അങ്ങനെ ഒരു റെവലേഷൻ വചനത്തിൽ നിന്ന് കിട്ടിയപ്പോൾ എന്താണ് യെരമ്യാവ് ചെയ്തത്, ദാനിയേൽ ചെയ്തത്? അടുത്ത വായിക്കുന്നത്, ഞാൻ ഉപവസിച്ചു, രട്ടുടുത്തു, വെണ്ണീറിലിരുന്നു, പ്രാർത്ഥനയോടും യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. ഈ രാത്രിക്കാരനൊക്കെ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ പണിയുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. അവിടുത്തേക്ക് മുഖം തിരിച്ചാൽ, പ്രൈസ് ഗോഡ്, നമ്മെ പണിയുവാൻ ശക്തനായ ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. ഇവിടെ ദാനിയേൽ കാണിച്ചെന്ന മാതൃക തൻ്റെ ജീവിതം തകർത്ത അനുഭവമാണ് യെരൂശലേമിൻ്റെ തകർച്ച എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. യെരൂശലേമിൻ്റെ തകർച്ച പറഞ്ഞ യഹോവയെന്നുള്ളത് ഓർക്കാൻ വയ്യാത്ത വിഷയമാണ്. ബട്ട് ഇറ്റ് ഹാപ്പൻഡ്. എന്നാൽ
അതിൻ്റെ വീണ്ടും പണിയപ്പെടുവാനുള്ള ദൈവീയ പദ്ധതിയുടെ റെവലേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ തനാദ്യം ചെയ്ത് ഉപവസിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. രട്ടുടുത്തു, വെണ്ണീറിലിരുന്നു, പ്രാർത്ഥനയോടും യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ യഹോവയിലേക്ക് മുഖം തിരിച്ചു. പ്രൈസ് ഗോഡ്. മറ്റു കാര്യം, he took the responsibility. കർത്താവേ, ഞങ്ങൾ തെറ്റിപ്പോയി. വിശ്വാസം വില കൊടുത്ത വ്യക്തിയാണ് ദാനിയേൽ. പക്ഷേ എന്നിട്ടും വിശ്വാസം അന്യപ്പെട്ടു പോയ ജനത്തിൻ്റെ മൊത്തം അവധാനം ഏറ്റെടുത്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞങ്ങൾ തെറ്റിപ്പോയി. 5-ാം വാക്യം വായിക്കുന്നത്, പ്രൈസ് ഗോഡ്. തകർച്ചയെ പണിയപ്പെടുവാൻ തക്കവണ്ണം പ്രൈമറി തിങ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു സമർപ്പണമാണ്. താൻ അനുതാപത്തോടെ കടന്നു വന്നു. കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു. Forgive us, Lord, we sinned against you. മറച്ചു വെക്കുകയല്ല, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നിന്റെ വചനം കേട്ട് അനുസരിച്ചതുമില്ല. ഇതൊക്കെ ഏറ്റുപറഞ്ഞ് നിലവിളിച്ച് ഉപവസിച്ച ഭക്തൻ അടുത്ത ദിവസം വായിക്കുന്നുണ്ട്, 21 ദിവസം പാർഷ്യൽ ഫാസ്റ്റിംഗ് എടുത്തു. പ്രൈസ് ഗോഡ്. ഭക്തന് മറുപടി കിട്ടി. ദൂതന് സന്ദർശനമുണ്ടായി. ഇതേ അവസ്ഥ നെഹമ്യാവിൻ്റെ ജീവിതത്തിലുണ്ടായി. നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ വായിക്കുമ്പോൾ നെഹമ്യാവ് തെറ്റൊഴിഞ്ഞ ജനത്തിൻ്റെ അവസ്ഥ, യെരൂശലേമിൻ്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നെഹമ്യാ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, പ്രൈസ് ഗോഡ്. യെരൂശലേമിൻ്റെ തകർച്ചയുടെ ആ ക്ലിയർ പിക്ചർ നെഹമ്യാവിന് കിട്ടിയപ്പോൾ വാസ്തവത്തിൽ നെഹമ്യാ അവിടെ ഒരു കംഫർട്ട് സോണില്ല, ഒരു കുഴപ്പമില്ല. രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു അംബാസഡർ സ്റ്റാറ്റസ് പോലെ രാജാവിന് ഏറ്റവും ഉന്നത നമ്പർ 2 ആയിട്ട് രാജാവ് ആലോചന ചോദിക്കാനും, പാനപാത്രവാഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗാവ ഒഴിച്ചു കൊടുക്കുന്ന ആളെന്നല്ല അർത്ഥം. ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല മനസ്സിലാക്കണ്ടേ. രാജാവിൻ്റെ വിശ്വസ്തനായ ഒരു വ്യക്തി, എ ഫെയ്ത്ത്ഫുൾ മാൻ ഓഫ് ദ കിങ്. ഇത് പറഞ്ഞാൽ ഹീസ് കംഫർട്ട്, എല്ലാ വിധത്തിലും സുഖലോലുപനായി കഴിയുന്ന ഒരവസരം. പക്ഷേ തൻ്റെ ഒരു സഹോദരനും റഷ്യൻ പ്രവാസത്തിൽ ഒരു തെറ്റിയൊഴിഞ്ഞ ശേഷിപ്പിൻ്റെ അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ തകർന്നുപോയി. മഹാകഷ്ടത്തിലും അവമാനത്തിലിരിക്കുന്ന യെരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ അതൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു വാർത്തയായിട്ട് അല്ല നെഹമ്യാവിന് തോന്നിയത്. നെഹമ്യാവിൻ്റെ ഹൃദയം കൊണ്ട് തകർന്നു. പ്രൈസ് ഗോഡ്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ ജോലി ചെയ്യുന്ന ഹൈ എക്സിക്യൂട്ടീവായിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യൻ യെരൂശലേമിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ, അതിൻ്റെ മതിൽ ഇടിഞ്ഞും തീ വെച്ച് ചുട്ടും കിടക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ താൻ ഇരുന്ന് കരയാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ആമേൻ. ഇരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചു,
ഉപവസിച്ചു, സകല ദൈവത്തോട് പ്രാർത്ഥിച്ചു. തകർച്ചയെ പണിയുവാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിലെ ദൈവം. അവനാണ് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവൻ. അവനാണ് ശൂന്യതയിൽ നിന്ന് സകലത്തെയും പണിയുന്നവൻ. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യൻ രൂപം ഉണ്ടാക്കിയവൻ, ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി തീരുവാൻ തൊക്കെ സൃഷ്ടിപ്പ് നടത്തിയവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനുഷ്യനുണ്ടായത് മങ്കിയുടെ ഷേപ്പിൽ നിന്ന് അതിന് ടെയിൽ ലോപിച്ച മനുഷ്യനായി തീർന്നൊക്കെ ഇങ്ങനെ എന്താ പരിണാമസിദ്ധം പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ, മൃഗത്തിന് ആത്മാവില്ല, മൃഗത്തിന് ഇമോഷനുണ്ട് അല്ലേ? അതിന് സ്നേഹിക്കാൻ കഴിയും, അതിന് നിലവിളിക്കാൻ കഴിയും, പക്ഷെ ഇമോഷനില്ല, അതിന് ആത്മാവില്ല. ഒരിക്കലും ഒരു മൃഗത്തിൻ്റെ പരിണാമം സംബന്ധിച്ചല്ല മനുഷ്യനുണ്ടായത്. സർവശക്തനായ ദൈവം തൻ്റെ കരം കൊണ്ട് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവനൊരു ജീവശ്വാസം ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പം ജീവനുള്ള ദൈവത്തോട് ഭക്തൻ നിലവിളിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ഇവിടെ ഭക്തൻ ശ്രദ്ധിക്കണേ, 6-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൻ്റെ ലാസ്റ്റിൽ വായിക്കുന്നത്, ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. വാസ്തവത്തിൽ വേണമെങ്കിൽ പഴിചാരാം, എൻ്റെ പിതാക്കന്മാർ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം പാപം ചെയ്തു, യഹൂദന്മാർ തെറ്റിപ്പോയെന്ന് പറയാം. പക്ഷേ ആ തീവ്രത, he took the responsibility upon him. ഞാനും, പ്രൈസ് ഗോഡ്, എൻ്റെ പിതൃഭവനവും പാപം ചെയ്യുന്നു. സീ, ദ ട്രൂ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് മറ്റാളെ പഴിചാരുന്നതല്ല. ദൈവസഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, ആത്മീയ തകർച്ചയെ നോക്കിക്കൊണ്ട് നിലവിളിക്കാൻ കഴിയുന്ന വ്യക്തി, ബിക്കോസ് ഓഫ് സോ ആൻഡ് സോ ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ലൈക്ക് ദിസ് എന്ന് വേണേൽ പഴിചാരാം. പക്ഷേ ഐ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. സഭയ്ക്ക് വേണ്ടി കരയുവാൻ, ദൈവസഭയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി കരയുവാൻ, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, ഉദ്ധാരണത്തിന് വേണ്ടി നിലവിളിക്കുവാൻ ഐ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. കർത്താവേ, ഞാനും എൻ്റെ പ്രതിഭവനവും തെറ്റിപ്പോയി എന്ന് നിലവിളിച്ച് ഒരു ഭക്തൻ പ്രാർത്ഥിക്കുക. Praise God. Nearly 4 months, 4 മാസം നെഹമ്യാ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. The fasting continued for 4 months. അത്ര ഗൗരവമാണ്. നല്ല പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം, അതിൻ്റെ മതിൽ തകർന്ന്, ആലയം തകർന്ന് ഇരിക്കുന്ന അവസ്ഥ തന്നെ കണ്ടുവാനും ബാധിച്ചു. 4 months he determined to take fast. Praise God. You know what is the result? 4 മാസം കഴിഞ്ഞപ്പോൾ രാജാവ് ഇങ്ങോട്ട് ചോദിക്കുക, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നിനക്കെന്തോ മനസ്സിന് വിഷമമുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. ആമേൻ. സ്വർഗ്ഗ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഒരു മനുഷ്യനോട് നീ പറയേണ്ട കാര്യമില്ല. ദൈവം വ്യക്തിയോട് ഇടപെടും. രാജാക്കന്മാരുടെ ദൈവം ഇടപെടും. പ്രൈസ് ഗോഡ്. ഇവിടെ നാം കാണുന്നത് നെഹമ്യാ പറഞ്ഞ എൻ്റെ പിതാക്കന്മാരുടെ കലകളുടെ പട്ടണമൊക്കെ തകർന്നു കിടക്കുക. നിനക്ക് എന്ത് വേണം? സാധാരണ ഒരു വ്യക്തിയല്ല ചോദിക്കുന്നത്. അന്നത്തെ ഭൂലോകത്തിലെ ഏറ്റവും സകല രാജ്യം ഭരിക്കുന്ന ഒരു സാമ്രാജ്യത്തിന് ഹെഡായിരിക്കുന്നു. വാട്ട് യു നീഡ്? നിനക്ക് എന്ത് വേണം? അവിടെ ഒരു മാതൃക ഞാൻ പറഞ്ഞുതരാം. ഈ ചോദ്യം നെഹമ്യായോട് ചോദിച്ചപ്പോൾ നെഹമ്യാ പെട്ടെന്ന് ചാടിക്കറി ഉത്തരം പറഞ്ഞില്ല. ഒരാൾ മുന്നേ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, വാട്ട് യു വാണ്ട്? വാട്ട് യു വാണ്ട്? നിനക്കെന്തോ വേണം? ഉത്തരം
ഉത്തരം പറയുന്നതിന് മുമ്പ് 4 മാസം പ്രാർത്ഥിച്ച് ഉപവസിച്ച് അനുദപിച്ച് യഥാസ്ഥാനപ്പെട്ട വ്യക്തി രാജാവിനോട് ഉത്തരം പറയാൻ നേരത്ത് ചാടിക്കരിയിൽ ഉത്തരം പറഞ്ഞത്. ഒറ്റ സെക്കൻഡ് താൻ എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഉടനെ ദൈവമക്കളെ, നമുക്ക് ആശ്രയിക്കൊള്ളാതെ ഒരുവൻ നമുക്ക് ഉയരത്തിലുണ്ട്. നമ്മുടെ അപ്പൻ സ്വർഗത്തിലുണ്ട്. ഏത് വിഷയമായിക്കൊള്ളട്ടെ താൻ മറുപടി കൊടുക്കുന്ന രാജാവിനോടാ പറയണ്ടേ. പ്രൈസ് ഗോഡ്. പക്ഷേ ഉത്തരം പറഞ്ഞതിന് മുമ്പ് സ്വർഗീയ രാജാവിനോട് സംസാരിച്ചു. ഒരു നിമിഷം ഉടനെ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മുന്നേ നിൽക്കുന്ന രാജാവിനോട് ആൻസർ പറയുന്നത്. രാജാവിന് ഈ ദൈവത്തെക്കുറിച്ച് വെല്ലുവിളിയൊന്നുമില്ല. പക്ഷെ നിനക്ക് രാജാവിനെ അറിയാം, ഈ ദൈവത്തെ അറിയാം. പ്രൈസ് ഗോഡ്. രാജാവിന് തിരുവുള്ളമുണ്ടായിട്ട് അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിലെ എൻ്റെ പിതാക്കന്മാർ കലകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് അയക്കണമേ. എന്നെ തന്നെ അയക്കണം. Praise God. He took the responsibility. ഞാൻ പാപം ചെയ്തു, എൻ്റെ പുതുഭവനം പാപം ചെയ്തു, താൻ ഉപവസിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. അതിന് മറുപടിയായിട്ട് കർത്താവേ അടിയനെ ഇതാ എൻ്റെ അന്യനെ അയക്കണേ എന്നല്ല പറഞ്ഞേ, എന്നെ അയക്കണം. അതും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. പിന്നെ ഒന്ന് പ്രാർത്ഥന. ദൈവമേ, ഞാൻ ഈ മനുഷ്യരോട് പറയാൻ പോവാ, അങ്ങ് സഹായിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ തകർച്ചയെ പണിയുവാനായിട്ട് ഉള്ള റൂട്ടെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ജ്ഞാനം കൊണ്ടും വൈദഗ്ധ്യം കൊണ്ടും ചെയ്യുന്നതല്ല. സ്വർഗ്ഗത്തിലെ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. അവൻ രാജകുമാരുടെ ഹൃദയം ദൈവത്തിലെ കരകൾ നീർത്തോട് കണക്കാണ്. He can twist any way he wants. Praise God. Hallelujah. ഒറ്റ നിമിഷം പ്രാർത്ഥിച്ചിട്ട് കാര്യം പറഞ്ഞു, എന്നെ അയക്കണം. Praise God. രാജാവ് ഒരു രാജ്യം കൂടെ കൂടി. രാജാവിന് ഉടക്കുവാൻ രാജ്യം കൊണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. പ്രൈസ് ഗോഡ്. എത്ര ദിവസം വേണം? എല്ലാ കാര്യങ്ങളും പാസ്സാക്കി. നിൻ്റെ യാത്രയ്ക്കുള്ള പ്രൊട്ടക്ഷൻ, നിൻ്റെ യാത്രയ്ക്കുള്ള ചിലവ്, ഈ പണിക്കുള്ള ചിലവ്, എല്ലാ കാര്യങ്ങളും ഇമ്മീഡിയറ്റ് സാങ്ഷൻ ആകുക ചെയ്ത്. നിൻ്റെ പ്രാർത്ഥന വെറുതെ അല്ല, നീ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന വെറുതെ അല്ല, നീ കരയുന്ന നിൻ്റെ കണ്ണുനീര് വെറുതെ അല്ല. നിന്റെ കണ്ണ് തൃപ്തിയിലാക്കുന്ന ദൈവമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ശൂന്യാവസ്ഥയെ പണിയുവാൻ take the responsibility. Don't blame others. ബ്ലെയിം ചെയ്യാൻ ഇഷ്ടം പോലെ. ഒന്നാമത്തെ മനുഷ്യൻ്റെ കാര്യം പോലെ ബ്ലെയിമാ. നീ എന്തിനാടാ ഈ പഴം പറിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ തന്ന ഈ സ്ത്രീ പറയാണ്, നീ ഉണ്ടാക്കിയ ഈ പാമ്പ് ആരും ഉത്തരവാദിത്തം നെയ്മ പറഞ്ഞത്, ഞാൻ പാപം ചെയ്തു. അവർക്ക് പറഞ്ഞു, കർത്താവെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് കർത്താവിനെ പാദപീഠത്ത് വീണ് നിലവിളിച്ചിരുന്നെങ്കിൽ അപ്പോഴും അവർക്ക് വിടുതൽ കിട്ടിയേനെ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം നടക്കുക. പരമായിട്ട് ശാപമാണ് അവർക്ക് ലഭിച്ചത്. ഇന്ന് നമുക്കറിയാം എൻ്റെ റൂട്ട്. കർത്താവെ, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. ദൈവസഭയുടെ അവസ്ഥ കണ്ടിട്ട് ഹല്ലേലൂയ കണ്ണുനീര് വരുവാൻ, ഹല്ലേലൂയ ആ കരയുവാൻ നമുക്ക് ഹൃദയത്തിൽ ഭാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ അതിന് കണ്ടിട്ടുണ്ടെന്നുള്ള. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ശൂന്യതകളെ പണിയുവാൻ there is no shortcut. പണിയേണ്ട ദൈവമാണ്. പ്രൈസ് ഗോഡ്. ദൈവം പണിയുവാൻ ശക്തനാണ്. അതിൻ്റെ സമയം ദൈവം അത് ചെയ്യും. ഏത് പ്രതികൂലമായാലും അസാധ്യമെന്നും അസംഭവം തോന്നിയാലും ദൈവത്തിന് ഏത് ഹൃദയത്തെ രൂപപ്പെടുത്താൻ കഴിയും. God can do anything. Praise God. Hallelujah. പുതിയ മുമ്പിൽ കടന്നു വരുമ്പോൾ പത്രോസ് ഒരു മീൻ പിടിക്കാനായിട്ട് പോയി.
രാത്രി മുഴുവനും മീൻ പിടിക്കാൻ. ഇറ്റ്സ് എ യൂഷ്വൽ അവരുടെ തൊഴിലാണ്. പക്ഷെ ഒരു രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പടക് കാലി, വല കാലി, ഒന്നുമില്ല. സാറ് രാത്രിയാണ് മീൻ പിടിക്കുന്നത്. പക്ഷേ പ്രഭാതമായിട്ട് ഒന്നും കിട്ടാഞ്ഞുകൊണ്ട് അവർ പകല് വെളുപ്പിനെ ഇറങ്ങി പടക് കരയ്ക്കടുപ്പിച്ച്. എനിക്ക് ഭയങ്കര രസമാണ് വിഷയം. ഈ മീൻ പിടിക്കാതെ വല നന്നാക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ സ്വഭാവമായിരുന്നെങ്കിൽ ഇന്നൊന്നും കിട്ടിയില്ല, ഇനി കുത്തിയിരുന്ന് വല നന്നാക്കാനോ പോടെന്ന് ചൂട്ടിയെടുത്ത് ഏറ് കൊടുക്കുക അങ്ങോട്ട്. എനിക്കറിഞ്ഞൂടാ. പക്ഷെ പത്രോസ് അവിടെ വായിക്കണ്ടോ, പത്രോസ് വല നന്നായിക്കൊണ്ടിരിക്കുകയായിരുന്നു വായിച്ചത് അല്ലേ? ശിമോൻ വല നന്നാക്കാണ്ട് വലിയ അധ്വാനം ചെയ്ത് വെച്ച് കുറേ ഡോളറിൻ്റെ മീൻ വിറ്റേച്ച് ബാക്കി വല കേടായി നന്നാക്കാനൊന്നുമല്ല. ഒന്നും കിട്ടിയില്ല, എന്നിട്ടും വല നന്നാക്കുക. വാസ്തവത്തിൽ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. പ്രൈസ് ഗാഡ്. അങ്ങോട്ട് ചൂട്ടിക്കൂട്ടി എറിഞ്ഞിട്ട് പോകേണ്ട വ്യക്തി അവനവിടെ കുത്തിയിരുന്ന വലയുടെ, കാരണം രാത്രി മുഴുവനും ആ വല വീശിയതാണ്. അതെന്തെങ്കിലുമൊക്കെ കണ്ണുകളാകുന്നിട്ടുണ്ടാവും, അതെല്ലാം തുന്നിച്ചേർക്കണം. എന്തെങ്കിലും ഡേർട്സ് അതിൽ പിടിച്ച് അതെല്ലാം ക്ലീൻ ചെയ്യണം. അതെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു അവിടെ കടന്നു വന്നത്. അവൻ്റെ കാലിയായ പടകിലേക്ക് യേശു പ്രവേശിപ്പാനിടയായി തീർന്നു. നമ്മുടെ ശൂന്യതകളെ പണിയുവാൻ യേശു എന്നിൻ്റെ ജീവിത സ്ഥാനം കൊടുക്കണം. പലപ്പോഴും അധ്വാനിച്ചു, പക്ഷേ ഒന്നും ബാക്കിയില്ല. പ്രൈസ് ഗാഡ്. എന്നാൽ നിന്റെ പടകിലേക്ക് കയറ്റേണ്ട വ്യക്തിയെ കയറ്റിയാൽ ബാക്കി ദൈവം ചെയ്തോളും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. യേശുവിന് പടകിലിരിക്കാൻ അവസരം കൊടുത്തു. അവന് പടക് കരയ്ക്കുന്നത് എപ്പോഴും കൊണ്ട് നീക്കി. എല്ലാവരും കംപ്ലീറ്റ് വ്യൂ കിട്ടി. കർത്താവ് ആ പടകിൽ കൊണ്ട് വചനം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രൈസ് ഗാഡ്. ഒന്നാമത് യേശുവിന് സ്ഥാനം കൊടുക്കണം. വിഷയങ്ങളുടെ മുഖത്ത് വലഞ്ഞ് അലഞ്ഞ് ക്ഷീണിച്ച് നിരാശനായി കുത്തിയിരിക്കുകയല്ല വേണ്ടത്. പ്രൈസ് ഗാഡ്. യേശുവിനെ ഇൻവൈറ്റ് ചെയ്യണം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. മറ്റൊന്ന്, ഈ നിരാശയുടെ മധ്യത്തിലും യേശു പറഞ്ഞ ഉപദേശം അവൻ കേട്ടു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ സംസാരിച്ച് മുഴുവൻ അവൻ കേട്ടു. എങ്ങോട്ട് പോകാൻ? ആ പടകിൽ ശിമോനും ഉണ്ട്, യേശുവുണ്ട്. യേശു പ്രസംഗിച്ച് മുഴുവൻ ഒപ്പിയെടുത്തു. തീർന്നപ്പോൾ അവൻ പറയാണ്, ഈ പടക് ഇതിൻ്റെ വലത്തെ ഭാഗത്ത് വല ഇറക്കാൻ പറഞ്ഞു. തൻ്റെ തകർച്ചയെ പണിയാൻ പോവാ, ശൂന്യതയെ നികത്താൻ പോവുക. ഉടനെ അവനുള്ള കാര്യം സംഭവിച്ചു. നാഥാ, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, പക്ഷെ ഒന്നും കിട്ടിയില്ല. അവന് പരാജയം സംഭവിച്ചു. വാസ്തവത്തിൽ ഷിമോൻ എന്ന് പറഞ്ഞാൽ ഗലീല കടലിൽ എവിടെ മീൻ കിട്ടുമെന്നും ഏത് മീൻ കിട്ടുന്നു എപ്പോൾ കിട്ടുമെന്നും അറിയാവുന്ന അതിൻ്റെ റിസർച്ച് ചെയ്ത വ്യക്തിയാണ് ഷിമോൻ. എക്സ്പേർട്ടാണ്. പക്ഷെ ചിലർ നമ്മുടെ എക്സ്പേർട്ടൊന്നും വർക്ക് ചെയ്തില്ല കേട്ടോ. നമ്മുടെ എക്സ്പേർട്ടൈസ് ഒന്നും എപ്പോഴും വർക്ക് ചെയ്യണമെന്ന് ബന്ധമില്ല. കർത്താവ് നമ്മളൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഈ ശൂന്യത വരുന്നത് ദൈവം അറിയാതെയല്ല. ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ ചെയ്യാനുള്ളത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ്റെ പടകിലേക്ക് പ്രൈസ് ഗോഡ് അത് മുങ്ങാറാകോളം നിറയ്ക്കുവാൻ തക്കണം പെരുത്ത മീൻകൂട്ടം. അവൻ മാത്രമല്ല, അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരോട് വിളിച്ചു. യാക്കോബ് യോഹന്നാൻ അപ്പുറത്തോട് അവരുടെ പടകം കൊണ്ടുവന്നു. 2 പടകം നിറയുവോളം നിറച്ചു. പ്രൈസ് ഗോഡ്. ശൂന്യതയെ പണിയുവാൻ അധികാരമുള്ള, അതിന് കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരുവനോട് നീ നിലവിളിച്ചാൽ, അവൻ്റെ വാക്ക് നീ അനുസരിച്ചാൽ ബാക്കി ദൈവം ചെയ്തോളും.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് വീട്ടിൽ പോകാൻ അതുകൊണ്ട് പറയുന്നത്, നീ മീൻ പിടുത്തമല്ല നിൻ്റെ ജോലി, നിനക്ക് പ്രമോഷൻ തരികയാണ്, ഈ മനുഷ്യരെ പിടിച്ചോളാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഒരുപക്ഷെ ആ ശൂന്യത ഉണ്ടായത് ശിമോനെ പണിയുവാനുള്ള ഒന്നാമത്തെ പടിയായിരിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ഞാൻ നിന്നെ ഇന്നു മുതൽ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. അത് വെറുതെ ഒരു വാക്കായിരുന്നില്ല. പത്രോസും കൂടെ ഉണ്ടായിരുന്നവരും യേശു അനുഗമിക്കാൻ കാരണമായി തീർന്നു. കർത്താവ് ഇതിനോട് പറയുമ്പോൾ ചില വർഷങ്ങൾ കഴിഞ്ഞിട്ട്, ഏതാണ്ട് 3.5 വർഷം കഴിയുമ്പോൾ, പ്രൈസ് ഗോഡ്, മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിനാൽ 100 പേരുടെ സംഘം കൂടിയിരുന്ന അവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്ന് അവരെ നിറച്ച് അവരെ എക്യുപ്പ് ചെയ്ത ശേഷം ഒന്നാമത്തെ പ്രസംഗിക്കാൻ വേണ്ടി ഈ ശിമോൻ എഴുന്നേറ്റ് നിന്ന് ഒറ്റ പ്രസംഗത്തിന് 3000 എണ്ണത്തിനെ പിടിച്ചു. പ്രൈസ് ഗോഡ്. ദൈവം പറഞ്ഞു, നിനക്ക് ദൈവം പദ്ധതി നോക്കിയേ. നിന്റെ ശൂന്യത പക്ഷേ എന്തിനൊന്ന് നിലവിളിച്ചേക്കാം. But I want to tell you, God knows everything. He knows the end from the beginning. ആരംഭത്തിലെ അവസാനം പറയുന്ന ദൈവം നിന്നെ കുറിച്ച് ദൈവത്തിന് ഉപയോഗിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ ഇതിലെ തകർച്ചയെ ദൈവം പണിയുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തിനെ കുറിച്ച് വൻ കാര്യങ്ങളുണ്ട്. നീ വിഷമിക്കുന്ന മീനിനെ കുറിച്ചായിരിക്കാം, പക്ഷെ ദൈവത്തിന് പദ്ധതി എന്ന് പറയുന്നത് ഇനി ആത്മാക്കളെ നേടുന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒന്നാമത്തെ പ്രസംഗത്തിൽ ഒരുപക്ഷെ ശിമോൻ മനസ്സിലായി കാണും, അന്ന് എന്നോട് മനുഷ്യനെ പിടിക്കലാക്കുമെന്ന് പറഞ്ഞത് ഇന്ന് നിവൃത്തിയായല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശൂന്യതകളെ പണിയുന്നവൻ. ദൈവ പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പദ്ധതി പോലെയല്ല. മനുഷ്യനാണെങ്കിൽ പടകെമ്പടിയായി മീൻ കിട്ടി സ്വോത്രം കൈയടിച്ച് സ്വോത്രം നല്ല പറഞ്ഞ് വീട്ടിൽ പോവും മീനെയും കൊണ്ട്. പക്ഷേ ഈ പദ്ധതി അവിടെ കൊണ്ട് തീരുന്നില്ല. നിന്നെക്കുറിച്ച് നിത്യത പദ്ധതിയാണ് ഉള്ളത്. ഇവിടെ കൊണ്ട് തീരുന്ന പദ്ധതി എന്ന് പറയുന്നത്, പ്രൈസ് ഗോഡ്, പത്രോസ് പൗരനോട് എഴുന്നേറ്റ് ഒരു പ്രസംഗിച്ചപ്പോൾ 1000 പ്രസംഗം കേട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയോട് ചേർന്നു, എണ്ണം പെരുകാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. 3000, 5000 പിന്നെ എണ്ണം നിന്നില്ല. ശിഷ്യന്മാരുടെ എണ്ണം പെരുകാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ദൈവത്തിലെ നമുക്ക് ഈ പദ്ധതികളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കനുസരിച്ചല്ല. നമ്മൾ വിളിച്ച ദൈവത്തിന് നമ്മളെ പദ്ധതിയുണ്ട്. ദൈവം നിവർത്തിപ്പാൻ ശക്തനാണ്. പ്രൈസ് ഗോഡ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം വായിക്കുമ്പോൾ രണ്ടാം രാജാക്കന്മാർ 4:1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു വിധവയായ ഒരു സ്ത്രീ യഹോവാഭക്തനായ ഒരു മനുഷ്യൻ്റെ സഹോദരി 2 മക്കളും വലിയ ക്രൈസിസിലാണ്. അവിടെ മുഴുവൻ ശൂന്യത, ഒന്നുമില്ല. പക്ഷേ മക്കളുടെ വിഷയം വന്നപ്പോൾ ദൈവം ഇടപെട്ടു. കാരണം നീതിമാന്റെ സന്ധി അപ്പം വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പ്രൈസ്. ദൈവത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട് അതിനെക്കുറിച്ച്. പ്രൈസ് ഗോഡ്. മക്കളെ അടിമയെ പിടിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതി വന്നപ്പോൾ പ്രവാചകനത് ഇടപെട്ടു. വീട്ടിലൊന്നുണ്ട്, ഒന്നുമില്ല. ഒരു ഭരണിക്കകത്ത് കുറച്ച് എണ്ണയുണ്ടല്ലോ, ഒന്നുമില്ല. മറ്റെല്ലാം ശൂന്യമാണ്. ഒരുപക്ഷെ ഇത് പറയക്കൊടുത്ത് വിറ്റായിരിക്കാം. പക്ഷെ നിനക്കുള്ളത് എണ്ണയെന്ന് പറയുന്നത് അത് അത്ഭുതം ചെയ്യാൻ മതിയായതാ. പ്രൈസ് ഗോഡ്. നിന്നിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രൈസ് ഗോഡ് അത്ഭുതങ്ങൾ ചെയ്യാൻ മതിയായതാ. നിന്റെ ശൂന്യതകളെ നിറയ്ക്കുവാൻ നിൽക്കണം. ആ ശക്തിയെ നിറയപ്പെട്ട് കഴിയുമ്പോൾ
ഹല്ലേലൂയ. ദൈവത്തിന് വൻകാര്യങ്ങൾ നിന്നെ കൂടെ പ്രവർത്തിപ്പാൻ ദൈവാത്മാവിന് ശക്തിയുണ്ട്. ദൈവാത്മാവ് പ്രവർത്തിക്കും. വെറും പാത്രങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞ ആ പാത്രങ്ങളിലേക്ക് എണ്ണ പകരാൻ തുടങ്ങി. ആമേൻ. പ്രൈസ് ഗോഡ്. ഉത്സവത്തിന് അവസാന ദിവസം, ഒടുക്കത്തെ ദിവസത്തിൽ, കൂടാതെ പെരുന്നാളിൻ്റെ അവസാനത്തെ ദിവസം മാറി നിന്ന് കർത്താവ് നോക്കിയപ്പോൾ ജനത്തിന് ഒരു സന്തോഷവുമില്ല. കർത്താവോട് വിളിച്ചു പറയാണ്, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നാദികൾ ഒഴുകും. Praise God. Living water shall overflow. Praise God. ഈ ആത്മനദിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശൂന്യതയെ പണിയാൻ വേറെ ഷോർട്ട് കട്ടില്ല. നിന്റെ ശൂന്യതകൾക്ക് പരിഹാരം തരുവാൻ കർത്താവ് കാലുകൾ വിളിച്ചു പറഞ്ഞു, സകലവും നിവർത്തിയായി. നിന്റെ ജീവിതത്തിൽ നിവൃത്തിയായ കർത്താവ് നിവർത്തിച്ചത് നീ വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട്, പ്രൈസ് ഗോഡ്, കർത്താവ് കാലുകൾ നിവർത്തിച്ചത് നിനക്ക് വേണ്ടി ചെയ്തത് നീ വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് ആത്മാർവ ജീവിതം നയിപ്പാൻ തയ്യാറായി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറും. ഒരു ഓവർഫ്ലോയിങ് എക്സ്പീരിയൻസ്, ഒരു കവിഞ്ഞൊഴുക്കിൻ്റെ അനുഭവം ഇത് പ്രാപിക്കുവാൻ നമുക്ക് ആത്മാവിനെ സമർപ്പിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടക്കാം. ശൂന്യതകളെ പണിയുവാൻ ഷോർട്ട് കട്ട്. അനുതാപത്തോടെ കടന്നു വരാം. ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. മുട്ടുമടക്കാം. പ്രാർത്ഥിക്കാം. ഉപവസിക്കാം. കരയാം. ആത്മതപനത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവ് അങ്ങനെ ഹൃദയങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ സമർപ്പണമുള്ള ഏത് വ്യക്തിയുണ്ട്? I want a person who will intercede for my church. സഭയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, അവസ്ഥകളെ കണ്ട് കരയുവാൻ, ആത്മാക്കളെ കൊണ്ട് കരയുവാൻ തയ്യാറുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ ദൈവം നിന്നെ തന്നെ ശക്തിയാൽ നിറയ്ക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും ഈ ഭൂമിയിൽ തൽക്കാലിക വിഷയം കൊണ്ടല്ല. ദൈവം നോക്കുന്ന എപ്പോഴും ആത്യന്തികമായി നിത്യതയിലേക്ക് എത്തിക്കുന്ന വിഷയമാണ്. നിന്റെ തകർച്ചകളെ പണിത് നിന്റെ ശൂന്യതകളെ നികത്തി നിത്യത്തിലേക്ക് വിശുദ്ധാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇവൻ അധികം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. റാബന ശക്തോറിയാന. ബസുനേഷ് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ബസുനേഷ്.